ഓൾറെഡി എടുത്തു വെച്ചിട്ടുള്ള ഫോട്ടോ അത് ഒരു പക്ഷേ ആൽബത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫോട്ടോ തന്നെ ആയിരിക്കാം. അത് കറക്റ്റായിട്ടും വ്യക്തമായിട്ടും ഫോണിലെടുക്കുന്നത് പോലെ, അതായത് ക്യാമറയിലെടുത്ത് എഡിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ ഫോണിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോണത്. അപ്പോൾ ഈ വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ ശ്രദ്ധയോടെ കേട്ടിരിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്താൽ മതി. ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് ഫോട്ടോ സ്കാൻ. അപ്പോൾ ഈ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്യാമറേൻ്റെ ഓപ്ഷൻ അലോ ചെയ്യാൻ വരും. അലോ ചെയ്ത് കൊടുക്കുക. ഫയൽ അലോ ചെയ്യാൻ ചോദിക്കും. അലോ ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കിന് ക്യാമറ ഓണായി വരും. സാധാരണ ക്യാമറയിലൊരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. അപ്പം അതും ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് നോക്കണം. അപ്പം ഞാൻ അതിനായിട്ട് ആദ്യം ക്യാമറ ഓപ്പൺ ചെയ്തു. ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ കയ്യിലിപ്പോൾ ഒരു ഫോട്ടോ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് എടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് കണ്ടല്ലോ, ആ ഫോട്ടോ ഒരു ഉദാഹരണം കാണിച്ചെന്നാണ്. എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഫോട്ടോയേ ഉള്ളൂ. അപ്പം ഒരു ഉദാഹരണം കാണിച്ചെന്നാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഫോണിലൊരു ആളുടെ ഫോട്ടോ, ഒരു ആൽബത്തിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല. പകുതി കൈ, പിന്നെ പുറത്തുള്ള സ്ഥലങ്ങളെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് വൃത്തിയോടെ പക്കയായിട്ട് നീറ്റായിട്ട് എങ്ങനെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഫോട്ടോ സ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ഫോട്ടോയാണ് കറക്റ്റ് ആയിട്ട് എടുക്കേണ്ടത് ആ ഫോട്ടോ ആ ക്യാമറയ്ക്ക് നേരെ വെക്കുക. നേരെ വെച്ചതിന് ശേഷം നമ്മൾ ഈ നടുക്കത്തെ വൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാൻ നേരത്ത് കൈ ചലിക്കാൻ പാടില്ല. അതിനകത്തൊരു ആരോ മാർക്ക് കാണും. ആ ആരോ മാർക്കിലേക്ക് ആ വട്ടപ്പുള്ളിനെ കൊണ്ട് യോജിപ്പിക്കുക. അപ്പോൾ അവിടെ ലോഡ് ചെയ്യും. ലോഡ് ചെയ്തുമ്പോൾ അത് റെഡിയായി. ഇനി അടുത്ത ആരോ മാർക്ക് സൈഡിലേക്കാണ്. സൈഡിലേക്ക് പയ്യെ കൊണ്ടുപോവുക. കറക്റ്റ് ആ ആരോയിൽ തന്നെ നിൽക്കണം. കറക്റ്റ് ആ വട്ടത്തിൽ തന്നെ നിൽക്കണം. ആ വെള്ളപ്പുള്ളിയിൽ തന്നെ നിൽക്കണം. അതിനായിട്ട് ഓക്കെ. ഇനി നെക്സ്റ്റ് ഈ സൈഡത്തേയും കൂടെയാണുള്ളത്. അപ്പോൾ നമ്മുടെ ഫോട്ടോ റെഡി ആയിട്ടുണ്ട്. ഗ്രീൻ സിഗ്നൽ കാണിച്ചിട്ടുണ്ട്. ഫോട്ടോ സെറ്റായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഫോട്ടോ നോക്കാം എത്രത്തോളം പെർഫെക്റ്റായി വന്നിട്ടുണ്ടെന്ന്. ക്യാമറയിലെടുത്ത ഫോട്ടോയിനെക്കാട്ടിലും വളരെ വൃത്തിയായിട്ട് തന്നെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഫോട്ടോ കിട്ടും. അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ കൈ പിടിച്ചിട്ടാണ് ഫോട്ടോ എടുത്തത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു പ്രതലത്തിൽ എന്തെങ്കിലും ഒരു ബെഞ്ചിലോ അല്ലെങ്കിൽ ഡെസ്കിലോ അല്ലെങ്കിൽ ടേബിളിലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഫോട്ടോ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വൃത്തിയായിട്ട് തന്നെ നീറ്റായിട്ട് തന്നെ കിട്ടും. ഇത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അടിഭാഗം കുറച്ച് കാണുന്നുണ്ട്. അടിഭാഗം കുറച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു ചെറിയൊരു ആപ്ലിക്കേഷനാണ്. അപ്പം ഇത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു കാലത്ത് ഉപയോഗപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഈ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.